ഹായ് എവറി വൺ, വെൽക്കം ടു ഇഗ്നോ സ്റ്റഡി പ്ലസ്. ഇന്ന് നമ്മൾ MEG 5 യൂണിറ്റ് 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓവർവ്യൂ ഓഫ് വെസ്റ്റേൺ ക്രിട്ടിക്കൽ തോട്ട്. ഈ യൂണിറ്റിൽ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ക്രോണോളജിക്കൽ സർവേ ആണ്. അതായത് ഗ്രീക്ക് മുതൽ 19th സെഞ്ച്വറി വരെയുള്ള ഒരു വെസ്റ്റേൺ ലിറ്റററി ക്രിറ്റിസം എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രീക്ക് തോട്ടായ പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ. ഇതിൽ പ്ലേറ്റോയുടെ വ്യൂ ഓഫ് പോയിന്റ് എങ്ങനെ നോക്കാം. പോയട്രിയെ കണ്ടം ചെയ്യാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് ഇങ്ങനെയായിരുന്നു: പ്ലേറ്റോയുടെ ഫിലോസഫി അനുസരിച്ച് ഈ ഫിസിക്കൽ വേൾഡ് തന്നെ ഒരു ഐഡിയൽ പെർഫെക്റ്റ് വേൾഡ് ഓഫ് ഫോംസിന്റെ ഒരു കോപ്പി മാത്രമാണ്. അപ്പോൾ പോയട്രി അല്ലെങ്കിൽ ആർട്ട് ഈ ഒരു ഫിസിക്കൽ വേൾഡിനെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു കോപ്പിയുടെ കോപ്പി കൺസെപ്റ്റിന്റെ പേരാണ് മിമിക്സ്, അതായത് ഇമിറ്റേഷൻ. അപ്പോൾ പോയട്രിയെ ട്വൈസ് റിമൂവ്ഡ് ഫ്രം ദ ട്രൂത്ത് എന്ന് നമുക്ക് പറയാം. ഇതുകൂടാതെ പ്ലേറ്റോ പോയട്രിയെ മോറലി സസ്പെക്റ്റ് ആയിട്ടും കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിന് മറുപടിയായി അരിസ്റ്റോട്ടിൽ പ്ലേറ്റോ ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തു. അദ്ദേഹം ലിറ്ററേച്ചറിനെ എക്സ്പെഷ്യലി ട്രാജഡിയെ ഡിഫെൻഡ് ചെയ്തു. അരിസ്റ്റോട്ടിലിന്റെ ആർഗ്യുമെന്റ് ഇതായിരുന്നു: ട്രാജഡി കാണുമ്പോൾ ഓഡിയൻസിന് ശക്തമായിട്ടുള്ള ഒരു ഇമോഷൻസ് ഉണ്ടാവും, ഫിയർ, പിറ്റി പോലുള്ളവ. പ്ലേ അവസാനിക്കുന്ന സമയത്ത് ഇമോഷൻസ് ഒരു ഇമോഷണൽ റിലീസ് അല്ലെങ്കിൽ പേർഗിങ്ങിന് വിധേയമാവും. അപ്പൊ ഇതിന്റെ പേരാണ് കഥാസിസ്. ഈ കഥാസിസ് ഓഡിയൻസിന് മോറൽ കറപ്ഷൻ അല്ല ഉണ്ടാക്കുന്നത്, മറിച്ച് എത്തിക്കൽ ഇൻസൈറ്റ് ആണ് നൽകുന്നത് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ഓക്കെ, After the Greek period, we move to the Roman period. Two important critics of this period are Horace and Longinus. ഹൊറൈസ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിക്കോറം എന്ന കൺസെപ്റ്റിലും ലിറ്ററേച്ചറിന്റെ യൂസ്ഫുൾനെസ്സിലുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു ലാറ്റിനിൽ ഡൂൾച്ചെ ടൂത്തിലെ എന്ന്. അതായത് പോയട്രി ഒരേ സമയം ഡിലൈറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇൻസ്ട്രക്റ്റ് ചെയ്യുകയും വേണം. അപ്പൊ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റർടൈൻ മാത്രമല്ല, മോറൽ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ വാല്യൂ കൂടി ഉണ്ടാവണം എന്നായിരുന്നു ഹൊറൈസിന്റെ വ്യൂ. ദെൻ ലോഞ്ചനൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ കൺസെപ്റ്റ് ആയിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, സബ്ലൈം എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ലിറ്റററി ഗ്രേറ്റ്നെസ്സിന്റെ ആ ഒരു ക്വാളിറ്റിയാണ്. അതായത് റീഡറിന് ഓർഡിനറി എക്സ്പീരിയൻസിൽ നിന്ന് എവലേറ്റ് ചെയ്യുകയും ഓവർവെം ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഇറ്റ് ടേക്ക് us beyond our ordinary thoughts and experience, giving us a powerful and unforgettable feeling. ഇതാണ് സബ്ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Now let's move on to the medieval and Renaissance period. During this time, literary criticism was largely dominated by religious and moral values. സോ ഈ പീരീഡിൽ ക്രിട്ടിക്സ് കൂടുതലായും ഉപയോഗിച്ചിരുന്ന ഒരു അപ്രോച്ചാണ് അലോഗറിക്കൽ ഇന്റർപ്രിട്ടേഷൻ. അലോഗറിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിറ്റററി ടെക്സ്റ്റിന് അതിൻ്റെ ലിറ്റർ മീനിങ് മാത്രം ആയിട്ട് വായിക്കുന്ന ഒരു രീതി. അതായത് അതിന് ഇന്നർ മീനിങ് എന്താണ്, അല്ലെങ്കിൽ അതിലൊരു സ്പിരിച്വൽ മീനിങ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു മെത്തേഡാണ് ഇൻട്രപ്രറ്റീവ് എന്ന് പറയുന്നത്. സോ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിച്ചിരുന്നത് ഓരോ ടെക്സ്റ്റിനും 2 ലെവൽ ഓഫ് മീനിങ് ഉണ്ടെന്നാണ്. ഫസ്റ്റ് വൺ സർഫസ് സ്റ്റോറി, അപ്പോൾ റീഡേഴ്സിന് നേരിട്ട് കാണുന്ന ഒരു സ്റ്റോറി. രണ്ടാമത്തത് ഡീപ്പർ മീനിങ്, ആ ഒരു കഥയുടെ ഇന്നർ മീനിങ് അല്ലെങ്കിൽ അതിൽ സ്പിരിച്വൽ ആയിട്ടുള്ള മെസ്സേജ് എന്താണ് എന്ന് നോക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ മിഡീവൽ ആൻഡ് റിനൈൻസസ് ക്രിട്ടിക്സിന് ഒരു ടെക്സ്റ്റിന്റെ ലിറ്റററി മീനിനേക്കാളും അതിന്റെ സിംബലിക് ആയിട്ടുള്ള അലോഗറിക്കൽ മീനിങ്ങിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് റൊമാൻറ്റിസിസം പീരീഡ് നോക്കാം. റൊമാൻറ്റിസിസം വാസ് എ റിയാക്ഷൻ അഗൈൻസ്റ്റ് നിയോ ക്ലാസിസം. അതായത് നിയോ ക്ലാസിക്കൽ പീരീഡിൽ റൂൾസ്, ഡിസിപ്ലിൻ, റീസൺ എന്നിവയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ളത്. പക്ഷെ ഇതിന് റൊമാൻറ്റിക് ക്രിറ്റിക്സ് ഡിസഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഐഡിയാസിനെ. അതുപോലെ ഈ പീരീഡിൽ ഇമോഷൻ, ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി അവയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ട്. റൊമാൻറ്റിക് ക്രിറ്റിക്സ് ബിലീവ് ചെയ്തിട്ടുള്ള കാര്യം, ഒരു പോയറ്റിന്റെ റൂൾസ് ഫോളോ ചെയ്യുന്ന ഒരാൾ മാത്രമല്ല, പോയറ്റ് ഒരു ക്രിയേറ്റീവ് ആൻഡ് ടാലന്റഡ് പേഴ്സൺ ആണ്. അതായത് അയാളുടെ ഫീലിങ്സ്, ഇമാജിനേഷൻ, പേഴ്സണൽ എക്സ്പീരിയൻസ് ഇവയ്ക്കൊക്കെ ലിറ്ററേച്ചറിൽ വളരെ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ട്. സോ ഈ പീരീഡിൽ റൂൾസിനേക്കാൾ പോയറ്റിന്റെ ഇമോഷൻ, ഇമാജിനേഷൻ ആൻഡ് പേഴ്സണൽ എക്സ്പീരിയൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ളത്. The two most important critics and poets of this period are William Wordsworth and Samuel Taylor Coleridge.
Now let's move on to the 19th century. In this period, the direction of criticism shift once again. Two people matters most here, Matthew Arnold and Ruskin. Let's start with മാത്യു അർണോൾഡ്. അപ്പോൾ അർണോൾഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ലിറ്ററേച്ചറിനെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടല്ല കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വ്യൂ ഓഫ് പോയിന്റ് ലിറ്ററേച്ചർ ഒരു സിവിലൈസിങ് ഫോഴ്സ് ആണ്. ലിറ്ററേച്ചർ നമ്മളെ ബെറ്റർ ഹ്യൂമൻ ബീങ് ആക്കുന്നു, നമ്മുടെ കൾച്ചറിനെ സംരക്ഷിക്കുന്നു, ഒരു സൊസൈറ്റിയുടെ വാല്യൂസും വിസ്ഡം എല്ലാം ലിറ്ററേച്ചറിലൂടെ പ്രിസർവ് ചെയ്യപ്പെടുന്നു എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് കോട്ട് എന്തായിരുന്നു നമുക്ക് നോക്കാം. ദ ബെസ്റ്റ് ദാറ്റ് ഹാസ് ബീൻ തോട്ട് ആൻഡ് സെഡ്. എന്ന് വെച്ചാൽ ലിറ്ററേച്ചർ പഠിക്കുന്നത് ഒരു അക്കാഡമിക് എക്സസൈസ് ആയിട്ടില്ല, മറിച്ച് നമ്മളെ ഒരു കൾച്ചറലി മോറലി റിഫൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്നാണ് അർണോൾഡ് പറയുന്നത്. അതുപോലെ തന്നെയാണ് റസ്കിൻ ഇതേപോലത്തെ ഒരു പോയിന്റ് തന്നെയാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വ്യൂ ഓഫ് ആംഗിൾ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ലിറ്ററേച്ചറിനെ നേരിട്ട് മൊറാലിറ്റിയുമായിട്ട്, അതായത് സോഷ്യൽ വാല്യൂസുമായിട്ട് ബന്ധിപ്പിച്ച് ലിറ്റററി വർക്ക് നല്ലതാണോ അല്ലയോ എന്ന് ജഡ്ജ് ചെയ്യുമ്പോൾ ആ ഒരു വർക്ക് സൊസൈറ്റിക്ക് എന്ത് മോറൽ മെസ്സേജ് കൊടുക്കുന്നു എന്നാണ് അവര് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അർണോൾഡ് ലിറ്ററേച്ചറിന് ഒരു കൾച്ചറൽ ഒരു സിവിലൈസിങ് ഫോഴ്സ് ആയിട്ടും റസ്കിൻ ലിറ്ററേച്ചറിനെ മോറൽ ഓർ സോഷ്യൽ വാല്യൂസിന്റെ ഒരു കാരിയറുമായിട്ടാണ് കാണുന്നത്. ഈ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ യൂണിറ്റ് 3 വരുന്നതാണ്. ഓക്കെ, ബൈ.